എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളവനായിരിക്കുക വളരെ ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചറിഞ്ഞ 3-4 പേര് തങ്ങൾക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യമാണ്. ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ അത് ഇരട്ടിക്കുകയാണ്, കൂടുതലാവുകയാണ്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുവാൻ വേണ്ടിയിട്ട് സന്തോഷം സ്വീകരിച്ച കുറച്ച് വ്യക്തികൾ ഇവിടെ ചില പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് കിട്ടിയ സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷം അവർ പങ്കുവെക്കുകയാണ്. പങ്കുവെക്കുന്നത് വഴിയായിട്ട് അവർക്കും മറ്റുള്ളവർക്കും സന്തോഷം കിട്ടുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അവരുടെ ഈ ഉദ്യമത്തെ ഞാൻ പ്രത്യേകിച്ചും സന്തോഷപൂർവ്വം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. കാണുക, കേൾക്കുക, ഇത് പരിചിന്തനം ചെയ്യുക, ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമാണ്. ദൈവം തൻ്റെ ആത്മാവിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ ആത്മാവ് തന്നു, അവിടുത്തെ ഛായ തന്നു, അവിടുത്തെ സർവസ്വവും നമുക്കായിട്ട് തന്നു. നമ്മളെ പരിപാലിക്കാനായിട്ട് അവിടുന്ന് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഇന്ന് കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഒരുക്കി തന്നു. എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും അധികമായിട്ട് ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാനും ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കാനുമായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ കൊച്ചു കൊച്ചു തെറ്റുകളും പാപങ്ങളും ചെയ്യുമ്പോഴും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ഈശോ സ്നേഹത്തോടെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമൊക്കെ പരിഹാരം ചെയ്ത് തൻ്റെ ശരീരവും രക്തവും എല്ലാം നമുക്കായിട്ട് പങ്കുവെച്ചു തന്നു. അവിടുന്ന് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥരായിട്ട് കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ വരുമ്പോഴും അവിടുന്ന് നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട് ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു, സുഖപ്പെടുത്തുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഓർക്കാം. ആ സ്നേഹം ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റണം, ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ കാണപ്പെടുന്ന നമ്മൾ ഓരോ മനുഷ്യരെയും, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, ജീവിത പങ്കാളി, മക്കൾ, അയൽവാസികൾ, കൂടെ ജോലി ചെയ്യുന്നവർ, നാം ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സ്നേഹത്തെപ്പറ്റി നമുക്ക് പഠിക്കുവാനായിട്ട്, നമുക്ക് ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 13 1 മുതലുള്ള തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം എന്താണെന്ന് പറയുകയാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു.
സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്നേഹവും ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. നമ്മുടെ സ്നേഹം നിലനിൽക്കണം. മറ്റു മനുഷ്യരിലൂടെ നമ്മുടെ സ്നേഹം നിലനിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്കെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പഠിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഗാഗുൽത്തായിലെ കുരിശിലാണ്. സകല മർത്യർക്കും വേണ്ടി തന്നെ പങ്കുവെച്ചു കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം കാണുമ്പോൾ, ഈശോയുടെ സ്നേഹം കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ വീട്ടിലുള്ള ക്രൂശിത രൂപത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ട് നിറയും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റും. വേദനകളിലും കഷ്ടപ്പാടുകളിലും സഹനത്തിലുമൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത് വലിയൊരു കൃപയായി മാറ്റപ്പെടും. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരു ഗാനം ആലപിച്ച് ആ സ്നേഹത്തെ നമുക്ക് ഒന്നോർക്കാം. Amen.
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വഴിഞ്ഞൊഴുകുകയാണല്ലോ ഈശോയെ. ഈശോയെ, ഈ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് കർത്താവ് നീ കാണിച്ചു തന്ന ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിൽ കർത്താവെ നിന്നെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ഒന്ന് ഇരിക്കുവാനും അവരെ ഒന്ന് സ്നേഹിക്കുവാനും അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുവാനും കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, നീ സഹായിക്കുമ്പോൾ മാത്രമാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഈശോയെ, ഞങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ കൂട്ടുകാരെ ഒക്കെ കർത്താവെ പ്രതിഫലിച്ച കൂടാതെ സ്നേഹിക്കുവാനായിട്ട് ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോയെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ, ഇത് കാണുന്ന ഓരോ മക്കളെയും ഈശോയെ നിന്റെ ആ ഒരു വലിയ സ്നേഹം കൊണ്ട്, അനന്ത നിസീമമായ യേശുവിന്റെ സ്നേഹം കൊണ്ട്, ഉപാധികളില്ലാത്ത യേശുവിന്റെ സ്നേഹം കൊണ്ട് കർത്താവെ നീ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യേശുവെ നിന്റെ സ്നേഹം ഞങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളിൽ അത് നിറച്ച് തുളുമ്പിച്ച് കർത്താവെ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ആ ദാനത്താൽ, സ്നേഹമെന്ന ദാനത്താൽ ഈശോയെ ഞങ്ങളെ അത് നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സ്നേഹം കൊണ്ട് യേശുവെ ഞങ്ങളുടെ ശിരസ് മുതൽ ഞങ്ങളുടെ ഉള്ളം കാല് വരെ കർത്താവെ നിന്റെ ആ സ്നേഹം കൊണ്ട് നീ പൊതിഞ്ഞ് ഞങ്ങളെ പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നീ തന്നതല്ലാതെ ഒന്നും കർത്താവായ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ അറിയുന്ന ദൈവമേ. ഈശോയെ, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കർത്താവെ ഞങ്ങളെ അടുപ്പിക്കുന്ന യേശുവെ, കർത്താവെ ഞങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ യേശുവെ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ പൂരിതരായി കഴിയുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുമായിട്ട് കർത്താവിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് ശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സന്തോഷം പങ്കുവെച്ചു, നിങ്ങൾ കണ്ടു, കേട്ടു, മനസ്സറിഞ്ഞു, സന്തോഷമായി. നിങ്ങൾക്കും സന്തോഷം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു അനുഭവമായിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷം കിട്ടും. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ ആത്യന്തികമായിട്ട് സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഫലം നമ്മൾ കാണുക ജീവിതത്തിലാണ്. ജീവിതത്തിൽ തുടർന്ന് നമ്മൾ കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും ആ സന്തോഷം. കൊടുക്കുക, ഷെയർ ചെയ്യുക, ആ സന്തോഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. ഇതിനാണ് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുക. എല്ലാത്തിനും കണ്ടതിനും അതുപോലെ തന്നെ ഇതനുസരിച്ച് ജീവിക്കാൻ പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.